Good afternoon. Good afternoon. Yes. Well, disaster management like HCS വരെ പറഞ്ഞു അല്ലേ? Hospital Incident Command System വരെ പറഞ്ഞല്ലോ. Next നോക്കുന്നത് ഇൻസിഡന്റ് സ്റ്റാഫ് ഫങ്ഷൻസ് ആണ്. ഇൻസിഡന്റ് സ്റ്റാഫിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഫങ്ഷൻസ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവര് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇൻസിഡന്റ് കമാൻഡർ. ഇൻസിഡന്റ് കമാൻഡർ ആരാണ്? Manage all aspects of the hospital's participation in operating disaster operation. ആരാണ് ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറയുന്നത്? ആരാണ്? Manage all aspects of the hospital participation in operating disaster operation. ഒരു disaster operation നടക്കുന്ന സമയത്ത് എല്ലാ hospital participations മാനേജ് ചെയ്യുന്നത് ആരാണ്? ഒരു disaster head എന്ന് പറയുന്നത് ഇൻസിഡന്റ് കമാൻഡർ ആണ് കേട്ടോ. എല്ലാ ആസ്പെക്ട്സുകളും മാനേജ് ചെയ്യുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഓക്കെ. പബ്ലിക് റിലേഷൻ ഓഫീസർ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ circulation of all the information, medical or otherwise. എല്ലാ ഇൻഫോർമേഷൻസും മെഡിക്കൽ ആണെങ്കിലും അതർ ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും സർക്കുലേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ വിവരങ്ങളുടെ സർക്കുലേഷൻസ് ആണ് ആര് ചെയ്യുന്നത്? പബ്ലിക് റിലേഷൻ ഓഫീസർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫോർമേഷൻ മെഡിക്കൽ ഓർ അതർവൈസ്. അടുത്തത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ. Safety and security officer, operating and alerting all the security staff within the hospital and deploying them. Operating and alerting all the security staff within the hospital and deploying them. എന്തായിരിക്കും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ ഡ്യൂട്ടി? ഹോസ്പിറ്റലിൽ എല്ലാ സുരക്ഷിതത്വവും ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ? എല്ലാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ എന്താണ്, ഏതൊക്കെ മേഖലകളിലാണ് ഏതൊക്കെ സെക്യൂരിറ്റി സ്റ്റാഫുകളെയാണ് ഡിപ്ലോയ് ചെയ്യേണ്ടത് നിയമിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ആരാണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസറാണ്. ഓക്കെ. ആശുപത്രിക്കുള്ളിലുള്ള എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതും എവിടേക്കാണ് സെക്യൂരിറ്റി സ്റ്റാഫുകൾ ആവശ്യമായിട്ട് വരേണ്ടത് എന്നിവയെ നിയമിക്കുന്നതും ആരാണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസറാണ്. ഓക്കെ. Then liaison officer. Liaison officer collaborate with the other agencies to victims of MCI and disaster. MCI or disaster, providing rescue and relief. Liaison officer ആരാണ് liaison officer എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതായത് ദുരന്തത്തിൽ ഇരയായ ആൾക്കാർക്ക് അല്ലെങ്കിൽ മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസിലോ ഡിസാസ്റ്ററിലോ ഇരയായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും ആശ്വാസ പ്രവർത്തനങ്ങളും കൊടുക്കുന്നത് ആരാണ്? ലൈസൺ ഓഫീസറാണ്. അതായത് കൂടുതലും അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് പേർപ്പസ് ആയിട്ടാണ് ലൈസൺ ഓഫീസർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പബ്ലിക്കിന് വേണ്ടി എല്ലാ ഇൻഫോർമേഷൻസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും മറ്റ് ഏജൻസീസുമായിട്ട് ബന്ധപ്പെടാനൊക്കെ ഉള്ള ഒരു ഡ്യൂട്ടിയാണ് ലൈസൺ ഓഫീസർ കൈകാര്യം ചെയ്യുന്നത്. Okay. Yes. Collaborate with other agencies to victim of MCI. അപ്പോ ദുരന്തത്തിൽ ഇരയായവരെ മറ്റ് ഏജൻസികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചിലപ്പോൾ മറ്റ് ഏജൻസികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ നമുക്ക് ഇൻഷുറൻസ് കവറേജസ് ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിലപ്പോൾ ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഒരുപാട് പേർക്ക് അപകടം പറ്റിക്കഴിയുമ്പോൾ സ്പോൺസർഷിപ്പിൽ വരുന്ന ഏജൻസീസ് ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ലൈസൺ ഓഫീസേഴ്സ് ആണ്. ഓക്കെ. അടുത്തത് പ്ലാനിംഗ് ചീഫ്. പ്ലാനിംഗ് ചീഫ് ആരാണ്? റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിംഗ്. ആരാണ് പ്ലാനിംഗ് ചീഫ്? റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിംഗ്. എന്താണ്?
മാൻപവർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിലെ ഏതൊക്കെ മേഖലകളിലാണ് ഏതൊക്കെ സ്റ്റാഫുകളാണ് വേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം മാൻ പവേഴ്സിനെ നമ്മൾ നിയമിക്കേണ്ടതെന്ന് ഉണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കുന്നത് ആരാണ്? പ്ലാനിംഗ് ചീഫ് റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിംഗ് ആരാണ്? പ്ലാനിംഗ് ചീഫ് ആണ്. ഓക്കെ, ഓപ്പറേഷൻ ചീഫ്സ്. ഓപ്പറേഷൻസ് ചീഫ് അതിന്റെ ഡ്യൂട്ടി എന്താണ്? കംപ്ലീറ്റ് ഇൻ ചാർജ് ഓഫ് ഓൾ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ്. കംപ്ലീറ്റ് ഇൻ ചാർജ് ഓഫ് ഓൾ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ്. എന്താണ്? രോഗികളുടെ പൂർണ്ണമായിട്ടുള്ള പരിചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം കാര്യങ്ങളും ഇൻചാർജ് വഹിക്കുന്നത് ആരാണ്? ഓപ്പറേഷൻ ചീഫ്സ് ആണ് അല്ലെ. പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻചാർജ് വഹിക്കുന്നത് ആരാണ്? ഓപ്പറേഷൻ ചീഫ് ആണ്. ഓക്കെ, then logistic chief. Logistic chief ആരാണ്? logistic chief in charge of all support service of the hospital. In charge of all support service of the hospital. എന്താണ് പറയുന്നത്? ലോജിസ്റ്റിക് ചീഫിന്റെ ഹോസ്പിറ്റലിലെ മറ്റെല്ലാ സന്നാഹങ്ങളുടെയും എല്ലാ സർവീസസിന്റെയും ഇൻചാർജ് വഹിക്കുന്നത് ലോജിസ്റ്റിക് ചീഫ് ആണ്. ഫിനാൻസ് ഓഫീസർ is accountable for allocation of emergency funds and clear the way for emergency purchases. ഫിനാൻസ് ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ എന്താണ്? ഇത്തരം സാഹചര്യങ്ങളിൽ ഫണ്ട് അനുവദിക്കുക അല്ലെ, എമർജൻസി ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക എന്നതാണ് ഫിനാൻസ് ഓഫീസറുടെ ഡ്യൂട്ടി. മാത്രമല്ല എന്താണ്? എല്ലാ ഫണ്ട്സുകളും അല്ലെ, എമർജൻസി പർച്ചേസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ വേസൊക്കെ ക്ലിയർ ചെയ്യുന്നതും ആരാണ്? ഫിനാൻസ് ഓഫീസറാണ്. is accountable for allocation of emergency fund. അപ്പൊ എമർജൻസി ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻസിലെ ഫിനാൻസ് ഓഫീസറാണ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഇൻസിഡന്റ് സ്റ്റാഫിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇൻസിഡന്റ് കമാൻഡറുടെ ഫങ്ഷൻ എന്താണ്? അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ എല്ലാ പാർട്ടിസിപ്പേഷൻസും എല്ലാ ഓപ്പറേറ്റിംഗ് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പാർട്ടിസിപ്പേഷൻസും മാനേജ് ചെയ്യുന്നത് ഇൻസിഡന്റ് കമാൻഡർ ആണ്. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഇൻഫർമേഷൻസും മെഡിക്കൽ അതർവൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആണ് ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം അതേപോലെ തന്നെ ഏതൊക്കെ സെക്യൂരിറ്റി സ്റ്റാഫുകളെയാണ് നിയമിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആണ്. ലൈസൺ ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളാബറേഷൻ ചെയ്യുക അല്ലെ, കൊളാബറേറ്റ് വിത്ത് അതർ ഏജൻസി ടു വിക്ടിം ഓഫ് MCI. ദുരന്തത്തിൽ ഇരയായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണ്? രക്ഷാപ്രവർത്തനം ആശ്വാസനം കൊടുക്കുക, അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയുമാണ് ലൈസൺ ഓഫീസേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. പ്ലാനിംഗ് ചീഫിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മാൻ പവർ പ്ലാനിംഗ് ആണ്. ഓക്കെ, അദ്ദേഹം അതിനാണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. ഓപ്പറേഷൻ ചീഫിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? എല്ലാ പേഷ്യന്റ് കെയറിന്റെയും ഇൻചാർജ് വഹിക്കുന്നത് ഓപ്പറേഷൻ ചീഫ്സ് ആണ്. ലോജിസ്റ്റിക് ചീഫ് എന്ന് പറയുന്നത് in charge of all support services of the hospital. And finance officer for the allocation of emergency funds and clear the way for emergency purchases. Clear ആണോ? Incident staffs and functions clear ആണോ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ് കേട്ടോ. പ്രീ ഡിസാസ്റ്റർ ഫേസിലെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ് ആണ്. ജോബ് കാർഡ്സ് എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിസാസ്റ്റർ സമയത്ത് സ്റ്റാഫുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാനിങ് കാർഡാണ്, അല്ലെങ്കിൽ ഒരു എന്താണ്? ജോബ് കാർഡ്സ് ആണ് അല്ലെ, ജോലി നിർണ്ണയിക്കുന്ന കാർഡ്സ് ആണത്. എന്തൊക്കെയാണ് അതില്? Each and every position in the organization chart ICS. Each and every position in organizational chart. Preparation of job cards le first എന്തൊക്കെയായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക?
എന്തൊക്കെയാണ് കൊടുത്തിരിക്കുക? ഈച്ച് ആൻഡ് എവറി പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ICS ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന പോലെ ആ ഓരോരുത്തരുടെയും ഓരോ സ്ഥാനം, ഏതൊക്കെ സ്റ്റാഫുകൾ ഏതൊക്കെ പൊസിഷനാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ആ ജോബ് കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ഓർഗനൈസേഷൻ ചാർട്ട്സ് ഇൻ ICS. ഓർഗനൈസേഷൻ ചാർട്ടിലെ ഓരോ സ്ഥാനവും കൃത്യമായിട്ട് അതിൽ പൊസിഷനിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ കാർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കും? കോംപ്രഹെൻസീവ് ആണ്. സ്റ്റോർ സേഫ്ലി ഇൻ ഡിസാസ്റ്റർ മാനുവൽ, കളർ കോഡഡ് ആൻഡ് ലാമിനേറ്റഡ്. വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ളതായിരിക്കും ഈ കാർഡ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് സുരക്ഷിതമായിട്ട് ഇത് സൂക്ഷിച്ചു വെക്കുവാനും മാത്രമല്ല ഇതിന് എന്തുണ്ടായിരിക്കും? ഒരു കളർ കോഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളർ കോഡ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ലെവറ്റ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് എന്താണ് നമുക്ക് വളരെ സേഫ് ആയിട്ട് കൊണ്ടു നടക്കാനായിട്ടും സാധിക്കും, വളരെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നു. In all areas are related with the emergency management plan. Job cards എവിടെയൊക്കെ ഉണ്ടായിരിക്കും? In all areas related with the emergency management plan. Emergency management പ്ലാനുമായി ബന്ധപ്പെട്ട് എല്ലാ ഏരിയാസിലും എന്തുണ്ടായിരിക്കും? ജോബ് കാർഡ്സുകൾ വിതരണം ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, in all areas related with the emergency management plan. Then checklist of instruction for the key individuals. Checklist of instruction for the key individuals. പറഞ്ഞെന്താ? key individuals എന്ന് പറഞ്ഞാൽ എന്താണ്? key individualsന് പ്രത്യേകമായിട്ട് ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകളെ വിതരണം ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് പ്രധാന വ്യക്തികളാണ് key individuals എന്ന് പറയുന്നത്. പ്രധാന വ്യക്തികൾക്കുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ചെക്ക് ലിസ്റ്റുകൾ ജോബ് കാർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഓക്കെ, ഇൻഫോർമേഷൻ നീഡഡ് ഫോർ ദ ഇൻഡിവിജ്വൽ. പിന്നെ എന്തൊക്കെ ഉണ്ടാവും ജോബ് കാർഡ്സില്? ഇൻഫോർമേഷൻ നീഡഡ് ഫോർ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫോർമേഷൻ നീഡഡ് ഫോർ ദ ഇൻഡിവിജ്വൽ, വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും. Then color coded for different categories of staff. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരേ കളർ കോഡ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്? ഒരേ കളർ ജോബ് കോഡ് ആയിരിക്കും കൊടുത്തിരിക്കുക? അല്ലെ, ഡിഫറെന്റ് ആയിട്ട് വിവിധ ഭാഗങ്ങളിൽ ജീവനക്കാർക്കായിട്ട് കളർ കോഡ്സ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുക. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സിൽ കൃത്യമായിട്ട് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ ജനറൽ പൊസിഷൻസ് ഓർഗനൈസേഷൻ ചാർട്ടിലുള്ള ICS കമാൻഡിലുള്ളത് പോലെ തന്നെ ഓരോരുത്തരുടെ പൊസിഷൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ കാർഡ് എന്ന് പറയുന്നത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് സേഫ് ആയിട്ട് കളർ കോഡ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാ ഏരിയാസിലും എമർജൻസി പ്ലാനുമായി ബന്ധപ്പെട്ട് ഈ കാർഡ്സ് വിതരണം ചെയ്തിട്ടുണ്ടാവും. പിന്നെ കീ ഇൻഡിവിജ്വൽസിന് വേണ്ടി പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ ചെക്ക് ലിസ്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഇൻഫർമേഷൻ നീഡഡ് ഫോർ ദ ഇൻഡിവിജ്വൽ, വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഓരോ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലും ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോഡിലായിരിക്കും എന്തുണ്ടായിരിക്കുക? ജോബ് കാർഡ്സുകൾ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, മനസ്സിലായോ? ദ പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ്. ഹലോ, കേൾക്കുന്നില്ലേ? യെസ്, നെക്സ്റ്റ് പറയട്ടെ. പ്ലാൻ ആക്ടിവേഷൻ ഓൺ ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ. അപ്പൊ നമ്മുടെ എമർജൻസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ട പ്രധാന പ്ലേസസ് ഏതൊക്കെയാണ്, പ്രധാന ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. പ്ലാൻ ആക്ടിവേഷൻ ചെയ്യേണ്ട ഡിഫറെന്റ് ഏരിയാസ് ഏതൊക്കെയാണ് ഹോസ്പിറ്റലിലെ? ഏതൊക്കെയാണ്? ഒന്ന് കമാൻഡ് സെന്റർ, ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫീസ്. കമ്മ്യൂണിക്കേഷൻ പർപ്പസുമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇതിൽ വരുന്നത്. കമ്മ്യൂണിക്കേഷൻ ഓഫീസർ, പേജിങ്, ഹോട്ട് ലൈൻ, ടെലിഫോൺ എക്സ്ചേഞ്ച്. എന്താണ് പേജിങ് എന്ന് പറയുന്നത്? പേജിങ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പേജിങ് എന്താണെന്ന്? അതൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന് അഡ്വൈസ് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ് എന്താ പേജിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹോട്ട് ലൈൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മള് അസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഏരിയാസ് ആണ് ഹോട്ട് ലൈൻ ഏരിയാസ്. ഓക്കെ, ദെൻ അവിടെ പ്രത്യേകമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ടെലിഫോൺ എക്സ്ചേഞ്ച് അറിയാലോ. ഈ നാലും എന്ത് റിലേറ്റഡ് ആണ്?
ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ പ്ലാൻ ആക്ടിവേറ്റഡ് ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് വിതരണം ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് എന്താകുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ പേജിംഗ്. പേജിംഗ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ്. യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ലൊക്കേറ്റ് someone into hospital. ഓക്കെ, അതായത് പബ്ലിക്കിന് അഡ്വൈസ് കൊടുക്കുന്നതാണ് എന്ത് പേജിംഗ് എന്ന് പറയുന്നത്. ഹോട്ട് ലൈൻ എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ട ഏരിയാസ് അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഏരിയാസ് ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരും. ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് കൊടുക്കുന്ന ഏരിയാസ് ആണ് ഹോട്ട് ലൈൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടേക്ക് എന്താണ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ സെക്യൂരിറ്റി ഓഫീസ് ആൻഡ് പോലീസ് പിക്കറ്റ്. അറിയാലോ, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സെക്യൂരിറ്റി ഓഫീസിലും പോലീസ് പിക്കറ്റ്സിലൊക്കെ ഇൻഫർമേഷൻസ് ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവണം. Then reception and triage area. Reception and triage area. അറിയാലോ, റിസപ്ഷനിലും ട്രയേജ് ഏരിയയിലും പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിരിക്കും. ഡീകണ്ടാമിനേഷൻ ഏരിയ. എന്താണ് ഡീകണ്ടാമിനേഷൻ ഏരിയ? വ്യക്തമാക്കുന്ന പ്രദേശങ്ങൾ അല്ലെ, വ്യക്തമാക്കുന്ന പ്രദേശങ്ങളിലും പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുക. മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ്. ചെറിയ ചികിത്സാ മേഖലകൾ. മൈനർ ട്രീറ്റ്മെന്റ് ഏരിയ, ചെറിയ ചികിത്സാ മേഖലകൾ. ദെൻ അക്യൂട്ട് കെയർ ഏരിയ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അക്യൂട്ട് കെയർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻസീവ് മോണിറ്ററിംഗ് കൊടുക്കേണ്ട ഏരിയാസ് ആണ് അല്ലെ. അതായത് ഇന്റൻസീവ് മോണിറ്ററിംഗ് ഏരിയസ്, എമർജൻസി ഇന്റർവെൻഷൻസ് ആണെങ്കിൽ വരുന്നത് അക്യൂട്ട് കെയർ ഏരിയ. അവിടേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? എമർജൻസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ട പ്രധാന ഏരിയാസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഏതാണ് ഡെഫിനിറ്റീവ് കെയർ ഏരിയാസ്? ഡെഫിനിറ്റീവ് കെയർ ഏരിയാസ് ഏതൊക്കെയാണ്? ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആൻഡ് വാർഡ്സ്. ഓക്കെ, ഡെഫിനിറ്റീവ് കെയർ ഏരിയാസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, OTs ആൻഡ് വാർഡ്സ് ആണ്. പിന്നെ intensive treatment area and activation of high dependency units. Intensive treatment area and activation of high dependency units. എന്താണ് high dependency unit എന്ന് പറയുന്നത്? അല്ലെങ്കിൽ HDU എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് അല്ലെ. ഹൈ ഡിപെൻഡൻസി യൂണിറ്റ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അതായത് ഹൈ ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഏരിയാസ് ആണ് എന്ത് ഹൈ ഡിപെൻഡൻസി യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഏരിയാസ് ആണ് എന്ത് ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് അഥവാ HDU. HDU കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ ഹൈ ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽ പേഷ്യൻസിന് നമ്മൾ ഹൈ ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഏരിയാസ് ആണ് HDU എന്ന് പറയുന്നത്, ഹൈ ഡിപെൻഡൻസി യൂണിറ്റുകൾ. ദെൻ മോർച്ചറി. മോർച്ചറിയിൽ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം പ്ലാൻ ആക്ടിവേഷൻ മോർച്ചറിയിൽ കൂടി വേണമെന്ന് പറയുന്നത്? എന്തായിരിക്കാം? വരുന്ന എമർജൻസി സിറ്റുവേഷൻസിൽ വരുന്ന പേഷ്യൻസിൽ ഡെഡ് ആയവരുണ്ടാവും അല്ലെ, മരിച്ചവരുണ്ടാവും. എത്രയും പെട്ടെന്ന് എന്താണ് എത്ര പേരെയാണ് മോർച്ചറിയുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്? അവരുടെ ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് അവരെ പ്രവേശിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ആ ഏരിയയിൽ എന്താണ് ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ ഇത് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് മോർച്ചറി വരുന്നത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ചോദിച്ചില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. Holding, next holding area for relatives non-injured. Holding area for relatives non-injured. ഏത് ഏരിയാസ് ആണത്? റിലേറ്റീവ്സിന് അല്ലെങ്കിൽ നോൺ ഇൻജേർഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഏരിയാസ് ആണ്. അപ്പൊ അവിടെയും നമ്മുടെ പ്ലാൻസ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏരിയ ഫോർ ഹോൾഡിംഗ് മീഡിയ ബ്രീഫിംഗ്സ്. ഏരിയ ഫോർ ഹോൾഡിംഗ് മീഡിയ ബ്രീഫിംഗ്സ്. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലെ ഒരു ഏരിയയില് ആർക്ക് വേണ്ടി ഒരു സ്പേസ് ഉണ്ടായിരിക്കും? മാധ്യമ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ മീഡിയാസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം മീഡിയ സമ്മേളനം നടത്തുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം ഏരിയാസിൽ എന്താണ് ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഏരിയ ഫോർ ഹോൾഡിംഗ് മീഡിയ ബ്രീഫിംഗ്സ്. An area for keeping patients in case a part of hospital is evacuated. പിന്നെന്താണ്? ഏരിയ ഫോർ കീപ്പിംഗ്
patients in case of part of hospital is evacuated. അത് ഏത് ഏരിയ ആണ്? Area for keeping patient in case part of the hospital is evacuated. അതായത് ആശുപത്രിയുടെ ഒരു ഭാഗം ഒഴിപ്പിച്ചാൽ രോഗികളെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥലം. അതായത് ഏതെങ്കിലും ഒരു ഏരിയ എന്താണ് പേഷ്യൻസിനെ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പേസ് കിട്ടുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടായിരിക്കും. അതായത് നമുക്കറിയാം ഒരു നോർമൽ കപ്പാസിറ്റി ആയിട്ട് ലിമിറ്റഡ് കപ്പാസിറ്റി കൂടുതൽ പേഷ്യൻസ് ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ ചിലപ്പോൾ പേഷ്യൻസ് ഇരിക്കുന്നതിന് കുറച്ച് സ്പേസസ് ഉണ്ടെങ്കിൽ പോലും എന്താണ് ആ സ്പേസസ് കൊണ്ട് നമ്മൾ ഒഴിപ്പിച്ചിട്ടുണ്ടാണ് ആ പേഷ്യൻസിനെയൊക്കെ എന്ത് ചെയ്യും അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള സിറ്റുവേഷൻസ് അപ്പൊ തന്നെ അവിടെ റെഡിയാക്കും. ഓക്കെ, അപ്പൊ അത്തരം ഏരിയാസിൽ കൂടി എന്താണ് നമ്മൾ ഈ പ്ലാൻസ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്ലാൻ ആക്ടിവേഷൻ ഓൺ ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ. എമർജൻസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കമാൻഡ് സെന്റർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസർ, സെക്യൂരിറ്റി ഓഫീസർ, റിസപ്ഷൻ ആൻഡ് ഡ്രൈവേജ് ഏരിയ, ഡീകണ്ടാമിനേഷൻ ഏരിയ, മൈൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഏരിയാസ്, അക്യൂട്ട് കെയർ ഏരിയാസ്, ഡെഫിനിറ്റ് കെയർ ഏരിയാസ് എന്ന് വെച്ചാൽ OTs, വാർഡ്സുകൾ. പിന്നെ എന്താണ് HDPU ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റുകൾ, ഇന്റൻസീവ് കെയർ കൊടുക്കേണ്ട ഹൈ റിസ്ക് ഉള്ള കെയർ കൊടുക്കേണ്ട യൂണിറ്റ്സുകൾ, മോർച്ചറി, ഹോൾഡിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ് ഓർ നോൺ ഇൻജേർഡ്, an area for holding medium patients, an area for keeping patients in case a part of the hospital is evacuated. ഹോസ്പിറ്റലിൽ കുറച്ച് പേരെ ഒഴിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് എന്താണ് നമ്മൾ ആ ഭാഗത്തേക്ക് പേഷ്യൻസിനെ പിന്നീട് അങ്ങ് പ്രവേശിപ്പിക്കുക. അപ്പൊ ആ ഏരിയാസിൽ എന്താണ് ഈ പ്ലാൻ ആക്ടിവേഷൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ക്ലിയർ ആണോ? നമുക്കറിയാം ഇതേപോലെ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ എല്ലാ പേഷ്യൻസിനും ബെഡ്സ് അവൈലബിൾ ആയിരിക്കുമോ? ബെഡ്സ് കിട്ടും? ഇത്തരം എമർജൻസി ഡിസാസ്റ്റർ സമയത്ത് എല്ലാവർക്കും ബെഡ് നിർബന്ധമായി കിട്ടണമെന്നുണ്ടോ? ഇല്ല അല്ലെ. പക്ഷെ എന്താണ് നമുക്ക് ബെഡ് എമർജൻസി സിറ്റുവേഷൻസ് ബെഡിന്റെ അവൈലബിലിറ്റി കൂട്ടേണ്ടതുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ്. എന്താണ് എമർജൻസി ടൈമിൽ നമുക്ക് ബെഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടത്, ബെഡിന്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ഇത്തരം സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ഡിസ്ചാർജ് ഇലക്ടീവ് കേസസ്. എന്താണ് ഇലക്ടീവ് ആയിട്ടുള്ള കേസസ് അല്ലെങ്കിൽ വലിയ സീരിയസ്നെസ് ഒന്നും ഇല്ലാത്ത കേസുകളാണെങ്കിൽ എന്താണ് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് മാറ്റാം അല്ലെ. അപ്പൊ ആ റൂം അല്ലെങ്കിൽ വാർഡോ അവിടെ ഒഴിക്കാൻ പറ്റും. അത്തരത്തിൽ എന്താണ് ബെഡ് കപ്പാസിറ്റി അവിടെ കൂട്ടാൻ സാധിക്കും. ഓക്കെ, പിന്നെ discharge stable recovery patients. എന്താണ് ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറി പേഷ്യൻസ് എന്ന് പറയുന്നത്? സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, നോൺ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അത്തരമുള്ള പേഷ്യൻസിന് നമുക്ക് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെയും എന്താണ് ബെഡ് കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കും. പിന്നെ എന്താണ് സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. നോൺ എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിന് ഒരു കാരണവശാലും നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടതില്ല. അവരെന്ത് ചെയ്യാം, ഒബ്സർവേഷൻ ചെയ്തതിനു ശേഷം അവരെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിടാവുന്നതാണ്. ഓക്കെ, അങ്ങനെയും എന്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും, ബെഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. Then change waiting non-patient care areas into makeshift wards. നമുക്കറിയാം ഹോസ്പിറ്റൽ മറ്റു പ്രദേശങ്ങൾ വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ട്, നോൺ പേഷ്യന്റ് കെയർ ഏരിയാസുകളൊക്കെ ഉണ്ടാവും. ആ ഏരിയാസൊക്കെ നമുക്ക് എന്താക്കി മാറ്റാം? വാർഡുകളാക്കി മാറ്റാം അല്ലെ. വാർഡുകളാക്കി മാറ്റി അവിടെ ബെഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പേഷ്യൻസിന് ട്രീറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ലഭിക്കുകയാണ് അല്ലെ. അപ്പൊ വെയിറ്റിംഗ് ഏരിയാസ്, നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഒക്കെ നമുക്ക് എന്താക്കി മാറ്റാം എന്നാണ് പറയുന്നത്? മേക്ക്ഷിഫ്റ്റ് വാർഡ് അല്ലെങ്കിൽ വാർഡുകളാക്കി മാറ്റിയിട്ട് നമുക്ക് ബെഡ് അവൈലബിലിറ്റി കൂട്ടാവുന്നതാണ്. Then planning of public information and license. Planning of public information and license. എന്താണ് കൃത്യമായിട്ട് നമ്മൾ ലൈസൻസ് ഓഫീസർ എന്ന് പറയുന്നത് എന്താണ്? പൊതുജനങ്ങളുമായിട്ട് കോൺടാക്ട്സ് വരുന്നതാണ് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ബെഡ് അവൈലബിലിറ്റി കൂട്ടണമെങ്കിൽ എത്രത്തോളം പേഷ്യൻസ് ആയിരിക്കും അവിടെ നമ്മൾ കൃത്യമായിട്ട് എത്ര പേരെ നിയമിക്കുക, എത്ര പേരെ അവിടെ നമ്മള് എത്ര അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടൊരു ആസൂത്രണം, ഒരു പ്ലാനിങ് അനുസരിച്ചിട്ടാണെങ്കിൽ എന്താണ് കുറച്ചുകൂടി ഇതൊക്കെ എമർജൻസി കേസസ് വരുന്ന സമയത്ത് ബെഡ് കപ്പാസിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ലൈസൻസ് ഓഫീസർ ആയിരിക്കും ഇത്തരം മെസ്സേജസ്, ഇത്തരം കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്നത്. ഓക്കെ,
ഏത് ഏരിയയിലായിരിക്കും നിങ്ങൾക്ക് ബെഡ്സ് അവൈലബിലിറ്റി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് ഓരോ പേഷ്യൻസിനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, പ്ലാനിംഗ് ഫോർ സെക്യൂരിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. പ്ലാനിംഗ് ഫോർ സെക്യൂരിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. പിന്നെന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മൾ ആശുപത്രിയുടെ സുരക്ഷയ്ക്കായിട്ട് സുരക്ഷ കൂടി മുൻതൂക്കം കൊടുത്തുകൊണ്ടൊക്കെയാണ് അവിടെ ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം നമ്മൾ എന്ത് തയ്യാറാക്കാനായിട്ട്? ബെഡ് കപ്പാസിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടത്. നമുക്ക് ഒട്ടും പറ്റാത്ത സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ ഏരിയാസിലൊന്നും ഒരിക്കലും സുരക്ഷിതമല്ലാത്ത ഒരു ഏരിയാസിൽ നമ്മൾ എന്ത് കൊടുക്കാൻ പാടില്ല? ബെഡിന്റെ അവൈലബിലിറ്റി കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പോ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം നമ്മളെ ബെഡ് കപ്പാസിറ്റീസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ എമർജൻസി ടൈമിൽ ബെഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ഡിസ്ചാർജ് കേസസിൽ നമ്മൾ എലക്റ്റീവ് ആയിട്ടുള്ള കേസുകൾ ഡിസ്ചാർജ് ചെയ്യാം. സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യാം. അതുപോലെ നോൺ എമർജൻസി പേഷ്യൻസ് വരെയും അവരെ നമ്മൾ അഡ്മിറ്റ് ചെയ്യരുത്. വെയിറ്റിംഗ് ഏരിയാസ്, നോൺ എമർജൻസി ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യണം? വാർഡുകളാക്കി മാറ്റുക. അതേപോലെ ഇത്തരം ഇൻഫോർമേഷൻസ് ലൈസൺ ഓഫീസർ ആയിരിക്കണം അതുമായി ബന്ധപ്പെട്ട് ബെഡ് കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനിങ് ആസൂത്രണം ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇതോടൊപ്പം തന്നെ എന്താണ്? ഹോസ്പിറ്റലിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ എമർജൻസി സിറ്റുവേഷൻസിൽ ബെഡ് അവൈലബിലിറ്റി, ബെഡ് കപ്പാസിറ്റി കൂട്ടേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ലോജിസ്റ്റിക് പ്ലാനിംഗ് ആണ്. എന്താണ് ലോജിസ്റ്റിക് പ്ലാനിംഗ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എമർജൻസി സിറ്റുവേഷൻ, ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു വലിയൊരു സിറ്റുവേഷൻ ആണ് അല്ലെ. ഒരുപാട് ആളെ നമ്മൾക്ക് ഒരുപാട് പേഷ്യൻസിനെ നോക്കേണ്ട ഒരു ഓവർഫ്ലോ സിറ്റുവേഷൻ ആണ് എന്ത്? ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലോജിസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് സങ്കീർണമായ ഒരു പ്രക്രിയയോ ദൗത്യമോ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വിപുലമായിട്ടുള്ള സന്നാഹങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോജിസ്റ്റിക് അഥവാ വിന്യാസ ശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് സങ്കീർണമായ ഒരു പ്രക്രിയ, ഇവിടെ സങ്കീർണമായ പ്രക്രിയ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ആണ്, ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ദുരന്തത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു സന്നാഹം അല്ലെങ്കിൽ വലിയൊരു ഒരു ദൗത്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള സന്നാഹങ്ങളുടെ ഒരു സഞ്ചയമാണ്, ഒരു ശാഖയാണ് എന്ത്? ലോജിസ്റ്റിക് എന്ന് പറയുന്നത് അഥവാ വിന്യാസ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തമായ ലോജിസ്റ്റിക് പ്ലാനിങ്ങിലൂടെ മാത്രമേ നമുക്കിത് ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ നേരിടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ലോജിസ്റ്റിക് പ്ലാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാനിംഗ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോർ പ്ലാനിംഗ്, പേഴ്സണൽ പ്ലാനിംഗ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. ആദ്യത്തേത് നോക്കാം. ലോജിസ്റ്റിക് പ്ലാനിങ്ങിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? പ്ലാനിംഗ് ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റൽ അകത്തും പുറത്തും നമുക്ക് എന്താണ് വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യണം. പ്ലാനിംഗ് ഫോർ കമ്മ്യൂണിക്കേഷൻ എവിടേക്കാണ്? വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ അകത്തും പുറത്തും എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ആശയവിനിമയം നടത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുക. അത് ഏതിലാണ് വരുന്നത്? ലോജിസ്റ്റിക് പ്ലാനിങ്ങിലാണ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ. ഇതെല്ലാം നിങ്ങൾ ആലോചിക്കുക, ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിലുള്ള കാര്യങ്ങളാണെന്ന് ആലോചിക്കുക കേട്ടോ. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ടു ആൻഡ് ഫ്രം ദ സൈറ്റ് ഓർ അതർ ഹോസ്പിറ്റൽസ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് അല്ലെങ്കിൽ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻസ്, അല്ലെങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റലിൽ പറ്റാതെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന രീതി. അപ്പോൾ സൗത്ത് സൈറ്റിൽ നിന്ന് തന്നെ മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ് അല്ലെ. അപ്പൊ ആവശ്യത്തിലധികം ആംബുലൻസും മറ്റു വാഹനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതും ഏതിന്റെ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ ഏതിന്റെ പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്നതാണ്? ലോജിസ്റ്റിക് പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ ട്രാൻസ്പോർട്ടേഷനും ഏതിലാണ് വരുന്നത്? ലോജിസ്റ്റിക് പ്ലാനിങ്ങിലാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? പ്ലാനിംഗ് ഫോർ കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ടേഷനും.
നിങ്ങൾ ഉറങ്ങുവാണോ? ക്ലാസ്സിലുണ്ടോ നിങ്ങൾ? ഓക്കെ. നെക്സ്റ്റ് സ്റ്റോർ പ്ലാനിങ്. സ്റ്റോർസ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ നമുക്ക് എന്താണ് പലതരത്തിലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ റിസോഴ്സസ് ഒക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യണം, എന്തൊക്കെ എത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമാണ് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? സ്റ്റോർ പ്ലാനിങ്ങിൽ വരുന്നത് അല്ലെ. മെഡിസിൻസ് വരുന്നുണ്ട്, അതല്ല മറ്റു റിസോഴ്സസ്, എല്ലാ കാര്യങ്ങളും എന്താണ് സ്റ്റോർ പ്ലാനിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്തത് പേഴ്സണൽ പ്ലാനിങ്. അത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ വരുന്നുണ്ട് അല്ലെ. പേഴ്സണൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതില് മെഡിക്കൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? മെഡിക്കൽ സ്റ്റാഫുകൾ, നഴ്സിംഗ് സ്റ്റാഫുകൾ, ആൻസിലറി, ഇപ്പൊ ഹോസ്പിറ്റലിനകത്തും പുറത്തുള്ള എല്ലാ സേവനങ്ങളും അതില് വരുന്നുണ്ട് അല്ലെ. അപ്പൊ മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിൽ വേണ്ടത്? മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്, para and pre-clinical disciplinary staff, standby staff should be ready for services in the control room or command center. ആരൊക്കെയാണ് മെഡിക്കൽ സ്റ്റാഫിൽ വരേണ്ടത്? മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്, പാരാ പ്രീ ക്ലിനിക്കൽ. പാരാ പ്രീ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് പാരാ ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിനറി സ്റ്റാഫുകൾ എന്ന് പറയുന്നത്? ലാബ് ടെക്നീഷ്യൻസ്, മെഡിക്കൽ ലാബ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ റിസർച്ച് സ്റ്റാഫുകളൊക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇവരെല്ലാം തന്നെ എന്താണ്, എപ്പോ വേണമെങ്കിലും കൺട്രോൾ റൂമിന്റെ കമാൻഡ് സെന്റേഴ്സിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് അവർ വില്ലിംഗ് ആയിട്ട് അവർ റെഡി ആയിട്ടുണ്ടായിരിക്കണം. എല്ലാ സർവീസസും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വില്ലിംഗ് ആയിട്ട് അവിടെ എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകമായിട്ട് ആരൊക്കെയാണ്? ഒന്ന് മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫുകളും പാരാ ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിനറി ആൻഡ് സ്റ്റാൻഡ് ബൈ സ്റ്റാഫുകളും. ഓക്കെ. പിന്നെ നഴ്സിംഗ് സ്റ്റാഫുകൾ ആരൊക്കെയാണ്? Nursing superintendent should be liable to prepare a list of nursing staff who may stand ready at a short notice and be able to mobilize additional nursing staff from non-critical areas. നഴ്സിംഗ് സ്റ്റാഫുകളെ നിയമിക്കുന്നത് ആരായിരിക്കും? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും അല്ലെ. അദ്ദേഹത്തിന്റെ കയ്യിൽ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കും? എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളുടെ കൃത്യമായിട്ടൊരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ എവിടേക്കാണ് അഡീഷണൽ ആയിട്ട് നമ്മുടെ നോൺ ക്രിട്ടിക്കൽ ഏരിയാസിൽ എവിടേക്കാണ് സ്റ്റാഫുകളെ, നഴ്സിംഗ് സ്റ്റാഫുകളെ നിയമിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടൊരു പ്ലാനിങ് ചെയ്യുന്നത് ആരായിരിക്കും? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും. അപ്പൊ ആവശ്യത്തിനനുസരിച്ച് ഏതൊക്കെ നഴ്സിംഗ് സ്റ്റാഫുകൾ എവിടേക്ക് നിയമിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അവരേക്ക് നമ്മൾ എവിടെ കൊണ്ടുവരണം? നോൺ ക്രിട്ടിക്കൽ ഏരിയാസിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടവരെ നമ്മൾ നിയമിക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ട് ആയിരിക്കും. ഓക്കെ. യെസ്. അടുത്തത് ആൻസിലറി സ്റ്റാഫുകൾ, മറ്റ് അനുബന്ധ സ്റ്റാഫുകൾ. ഹോസ്പിറ്റലിൽ മറ്റ് അനുബന്ധ സർവീസുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആൻസിലറി സർവീസുകൾ, ആൻസിലറി മെഡിക്കൽ സർവീസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാട്ടോ. ആൻസിലറി മെഡിക്കൽ സർവീസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്. ആൻഡ് ആൾസോ അതർ ഹോസ്പിറ്റൽ സർവീസസ്. ഇത് കൂടാതെ മറ്റ് ഹോസ്പിറ്റൽ സർവീസസ് ഏതൊക്കെയാണ്? ഹൗസ് കീപ്പിംഗ്, sanitation, stores, pharmacy, kitchen, etc. should be available. അപ്പൊ മറ്റ് ആൻസിലറി സ്റ്റാഫുകളും അതർ സ്റ്റാഫുകളും എന്താണ്? അവൈലബിൾ ആയിരിക്കണം. എങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ? പ്രത്യേകിച്ച് ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ ഇവിടെ എല്ലാം തന്നെ എന്താണ്? പ്രത്യേകിച്ച് ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോർ, ഫാർമസി, കിച്ചൺ തുടങ്ങിയ എല്ലാ മേഖലകളിലും എന്താണ് അവര് കൃത്യമായിട്ട് ഇവ, അതായത് ഈ ഡിപ്പാർട്ട്മെന്റിലെല്ലാം തന്നെ എന്താണ് അവൈലബിൾ ആയിരിക്കണം അത്തരം സിറ്റുവേഷൻസിൽ. ഓക്കെ. ഓക്കെ. അതെല്ലാം ലോജിസ്റ്റിക് പ്ലാനിങ് ആണ്. ഇതെല്ലാം തയ്യാറാക്കുന്നത് ലോജിസ്റ്റിക് പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ലോജിസ്റ്റിക് പ്ലാനിങ്ങിലെ പേഴ്സണൽ പ്ലാനിങ്ങിൽ വരുന്നതാണ് നമ്മൾ പറയുന്നത്. അടുത്തത് വോളണ്ടിയേഴ്സ്. വോളണ്ടിയേഴ്സ് ആരൊക്കെയാണ്? വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് the role which volunteers will assume during the time of disaster should be predetermined, rehearsed, coordinated and supervised by the regular senior staff. എന്താണ് പറയുന്നത്? പ്രത്യേകിച്ച് ഇത്തരം ഡിസാസ്റ്റർ സിറ്റുവേഷൻസ് നമുക്ക് വോളണ്ടിയേഴ്സിന് ആവശ്യമാണ് അല്ലെ. അപ്പൊ ഒരു റെഗുലർ സീനിയർ സ്റ്റാഫിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ റെഗുലർ സീനിയർ സ്റ്റാഫ് സൂപ്പർവൈസ് ചെയ്തതിനു ശേഷം ആരാണ്? മറ്റ് സ്റ്റാഫുകൾ, അതായത് അവർ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. ഇവരായിരിക്കും ഇത്തരം സിറ്റുവേഷൻസിൽ വോളണ്ടിയേഴ്സ് സ്ഥാനമായിട്ട് വോളണ്ടിയേഴ്സ് ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. അതായത് ഒരു സീനിയർ സ്റ്റാഫിന്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കുള്ളൂ മറ്റ് സ്റ്റാഫുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ.
Then reserve staff. ആരൊക്കെയാണ് reserve staff എന്ന് പറയുന്നത്? Hospital must be identified physician, nurses and retired hospital workers or who have changed careers to work outside of healthcare services or now work in areas other than direct patient care. ഈ റിസർവ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ഇത്തരം ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് അവിടെ ഉള്ള ഡോക്ടേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. നമുക്കറിയാലോ ഡിസാസ്റ്റർ സിറ്റുവേഷൻ വരുമ്പോൾ ഉള്ള ഡോക്ടേഴ്സ് മാത്രമായിരിക്കും അവിടെ വേണ്ടത്. എന്തുകൊണ്ടാണ് അത്രയും വേണ്ട എന്ന് പറയുന്നത്? നമുക്കറിയാം നമ്പർ ഓഫ് പീപ്പിൾ അല്ലെ, നമ്പർ ഓഫ് പേഷ്യൻസിന്റെ കപ്പാസിറ്റി കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് എന്താണ് ഹോസ്പിറ്റലുള്ളവർ കൂടാതെ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ റിട്ടയർഡ് ആയതുണ്ടാവും. ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇത്തരം സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം. അതായത് ആരൊക്കെയായിരിക്കും റിസർവ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത്? നമ്മുടെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ പറയാം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നവരെ പറയാം, അല്ലെങ്കിൽ ആരാണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റിലുള്ളവരെ പറയാം. പബ്ലിക് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, പബ്ലിക് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ വരാം, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്റ്റാഫുകൾ വരാം, റിസർച്ച് കൊടുക്കുന്ന സ്റ്റാഫുകൾ വരാം, ഹെൽത്ത് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ വരാം, അതേപോലെ ഹെൽത്ത് കെയർ കൺസൾട്ടിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വർക്കേഴ്സും ആരിൽ ഉൾപ്പെടുന്നതാണ്? റിസർവ് സ്റ്റാഫുകളാണ്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിൽ ഇത്തരം ഇപ്പോ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ റിട്ടയർഡ് ആയവരാണെങ്കിൽ കൂടി എന്താണ് അത്തരം സിറ്റുവേഷൻസിൽ ഇവരൊക്കെ ഹോസ്പിറ്റൽ അവൈലബിൾ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നമ്മളിവിടെ പ്ലാൻ ചെയ്യണേ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർ ഇവിടെ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്ലാൻ ചെയ്യുന്നത്. റിസർവ് സ്റ്റാഫുകൾ ആരൊക്കെ ആയിരിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ലോജിസ്റ്റിക് പ്ലാനുകൾ എന്തൊക്കെയാണ് വരുന്നത്? പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഹോസ്പിറ്റലിനകത്തും പുറത്തും കൃത്യമായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്തുന്നതിനുള്ള ആസൂത്രണം. ട്രാൻസ്പോർട്ടേഷൻസ് അല്ലെ, ഫ്രം സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ എടുക്കുക. സ്റ്റോഴ്സ് പ്ലാനിങ്, ഏതൊക്കെ മെഡിക്കേഷൻസ്, എന്തൊക്കെ മെറ്റീരിയൽസ്, എന്തൊക്കെ റിസോഴ്സുകൾ അവൈലബിൾ ആയിരിക്കണം, അതൊക്കെ എത്രത്തോളം സ്റ്റോർ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ്. പേഴ്സണൽ പ്ലാനിങ്, അതിൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പ്ലാനിങ് വരുന്നുണ്ട്. അതിൽ തന്നെ മെഡിക്കൽ സ്റ്റാഫുകൾ, പ്രത്യേകമായി ഏതൊക്കെ മെഡിക്കൽ സ്റ്റാഫുകൾ വേണമെന്നാണ് ഇവിടെ പറയുന്നത്? ആരൊക്കെ വേണമെന്നാണ് പറയുന്നത്? മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫുകൾ, പാരാ ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിനറി സ്റ്റാഫുകൾ. ഓക്കെ, അപ്പോൾ എല്ലാ കമാൻഡ് നിർദ്ദേശ പ്രകാരം അവരെല്ലാവരും അവൈലബിൾ ആയിരിക്കണം അല്ലെ, കൺട്രോളറുടെ നിർദ്ദേശപ്രകാരം അവരെപ്പോഴും അവൈലബിൾ ആയിരിക്കണം. നഴ്സിംഗ് സ്റ്റാഫുകൾ നിയമിക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ട് ആയിരിക്കണം അല്ലെ. അപ്പോൾ നോൺ ക്രിട്ടിക്കൽ ഏരിയാസിലേക്ക് അഡീഷണൽ ആയിട്ട് സ്റ്റാഫുകളെ വേണമെങ്കിൽ അതൊക്കെ നിയമിക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ട് ആയിരിക്കുള്ളൂ. ആൻസിലറി സ്റ്റാഫുകൾ, ഹോസ്പിറ്റലിലെ മറ്റ് അനുബന്ധ സ്റ്റാഫുകൾ ആരൊക്കെയാണ്? റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്. ദെൻ അതർ ഹോസ്പിറ്റൽ സർവീസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോർ, ഫാർമസി ആൻഡ് കിച്ചൺ എക്സെട്ര. ഓക്കെ, അതെല്ലാം തന്നെ എന്താണ്? ഷുഡ് ബി അവൈലബിൾ. തന്നെ വോളണ്ടിയേഴ്സ്, ഒരു റെഗുലർ സീനിയർ സ്റ്റാഫിന്റെ കീഴിൽ എല്ലാ വോളണ്ടിയേഴ്സും നിർബന്ധമായിട്ടും അവൈലബിൾ ആയിരിക്കണം. ദെൻ റിസർവ് സ്റ്റാഫുകൾ. ഓക്കെ, റിസർവ് സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലില് പ്രത്യേകമായിട്ട് പുറത്ത് സേവനങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ കൂടി എന്താണ് ഇപ്പോൾ നേരിട്ട് രോഗി പരിചരണം ചെയ്യാത്തവരാണെങ്കിലും എന്താണ് ഇത്തരം സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റലിൽ അവർ അവൈലബിൾ ആയിരിക്കണം. ദെൻ ഫിനാൻഷ്യൽ പ്ലാനിങ് പറഞ്ഞില്ല. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട്സ് ആണ് അല്ലെ. എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാത്തരം ഫണ്ട്സുകളും കൃത്യമായിട്ടുള്ള ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനിങ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അതവിടെ കൊടുത്തിട്ടില്ല കേട്ടോ, ഇത് എഴുതി വെച്ചോളൂ. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എന്തൊക്കെ വരും? അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട് പ്ലാനിങ്, അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട് പ്ലാനിങ്, ബഡ്ജറ്റ് അലോക്കേഷൻ പ്ലാനിങ്, ബഡ്ജറ്റ് അലോക്കേഷൻ പ്ലാനിങ് എഴുതിയിട്ടുള്ളൂ. ബഡ്ജറ്റ് അലോക്കേഷൻ പ്ലാനിങ്, ഇൻഷുറൻസ് കവറേജ്, ഇൻഷുറൻസ് കവറേജ്, പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റ് ഫണ്ടിലും ഗ്രാന്റുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഡീൽ ചെയ്യുന്നത് അതിന്റെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നതും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അതായത് നമുക്ക് ഫിനാൻഷ്യലി ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ ഒരു റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പ്ലാൻ ചെയ്യുന്നത്? തരപരമായിട്ടുള്ള ഒരു ആസൂത്രണം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഷഹബീന?
ഒന്നുകൂടി പറയണം. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്നത് എന്തൊക്കെയാണ്? അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട്സ്, allocation of emergency funds, budget allocation, insurance coverage, government funded and grants, government funded and grants, grant illale, grant, grants. ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്ലാനിങ് നടത്തുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ, ലോജിസ്റ്റിക് തുടങ്ങി ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മളുടെ പ്രീ ഡിസാസ്റ്റർ ഫേസ് കഴിഞ്ഞു കേട്ടോ. ഫിനാൻഷ്യൽ പ്ലാനിങ്ങോട് കൂടി പ്രീ ഡിസാസ്റ്റർ ഫേസ് കഴിഞ്ഞു. ഓക്കെ, ഡിസാസ്റ്ററിന്റെ ആദ്യ ഘട്ടമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഏതാണ്? ഫേസസ് ഓഫ് ഡിസാസ്റ്ററിൽ ഫസ്റ്റ് പ്രീ ഡിസാസ്റ്റർ ഫേസ്, സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസാസ്റ്റർ ഫേസ് ആണ് അല്ലെ. പീരീഡ് വെൻ എ ഡിസാസ്റ്റർ ഇസ് ഡെവലപ്പിംഗ്, ദുരന്തം നടക്കുന്ന സമയത്ത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഡിസാസ്റ്റർ ആക്ടിവേഷൻ ആണ് അല്ലെ. ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ആക്ടിവേഷൻ, അലേർട്ട് ആൻഡ് മൊബിലൈസേഷൻ ഓഫ് ഫേസ്. Plans for alerting the disaster committee, staff, other facilities we have found, paging and mobilizing resources to suitable activated areas. ഡിസാസ്റ്റർ ആക്ടിവേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഏതൊക്കെ ഏരിയാസിലേക്കാണ് അലേർട്ടേഷൻ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ കൊടുക്കേണ്ടത്, ഏതൊക്കെ കമ്മിറ്റീസിലേക്കാണ്, ഏതൊക്കെ സ്റ്റാഫിനാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇത് അവൈലബിൾ ആകുന്നത്, ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ഇത് ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എല്ലാ പ്രദേശങ്ങളിലും ഈ എല്ലാ ഏരിയാസിലേക്കും എന്ത് കൊടുക്കണം? നമ്മുടെ ഇൻഫോർമേഷൻസ് ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെ എന്താണ് ഇൻഫോർമേഷൻസ് കൊടുക്കണം? എവിടെയൊക്കെയാണ്? ഡിസാസ്റ്റർ കമ്മിറ്റിയില്, സ്റ്റാഫുകൾക്ക്, അതർ ഫെസിലിറ്റീസ് ഏതൊക്കെയാണ്? ഫോൺ, പേജിംഗ് ആൻഡ് മൊബിലൈസിംഗ് റിസോഴ്സസ് ടു സൂട്ടബിൾ ആക്ടിവേറ്റഡ് ഏരിയാസിലേക്ക് ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതൊക്കെ ഏരിയാസുകളാണെന്ന് അവിടെ എല്ലാം തന്നെ എന്താണ്? ഇത് ആക്ടിവേഷൻ ആക്കണം. ഓക്കെ, ഇൻസിഡന്റ് കമാൻഡർ ആരാണ്? An incident commander who must to be free to command and coordinate to overall disaster response must be appointed by hospital administration. Example, an emergency department physician with emergency medical service. So, incident commander ആണ് ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കമാൻഡ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹമാണ് എന്ത് പറയുന്നത്? എല്ലാ ഡിസാസ്റ്റർ റെസ്പോൺസ് പ്ലാനിനും കോർഡിനേറ്റ് ചെയ്യുന്നതും ഏതൊക്കെ സ്റ്റാഫുകൾ, ഏതൊക്കെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ എവിടെയൊക്കെ നിയമിക്കണം എന്ന് തീരുമാനിക്കുന്നതും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ്, ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഫിസിഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? എമർജൻസി മെഡിക്കൽ സർവീസിലേക്ക്
എന്താണ് നിയമിക്കുകയാണ്. അപ്പൊ അതായത് ദുരന്തം നടക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആയിരിക്കാം അല്ലെ, എത്രയും പെട്ടെന്ന് അദ്ദേഹം എവിടേക്ക് മാറേണ്ടതുണ്ടെന്ന് കമാൻഡ് ചെയ്യുന്നു, എമർജൻസി മെഡിക്കൽ സർവീസസിലേക്ക് മാറണമെന്ന് അദ്ദേഹം കമാൻഡ് ചെയ്യണം. അപ്പൊ എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഏത് സിറ്റുവേഷൻസിലാണ് പിള്ളേരെ? ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിസാസ്റ്റർ ഫേസിലെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യുക. ഏതൊക്കെ ഏരിയാസിലാണ് അവിടേക്ക് എന്ത് ചെയ്യണം, ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻസിഡന്റ് കമാൻഡർ, അദ്ദേഹമാണ് ഫ്രീ കമാൻഡ്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിസാസ്റ്റർ റെസ്പോൺസ് പ്ലാനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഫിസിഷ്യൻസ് എവിടെയൊക്കെ ആയിരിക്കണം, ഏതൊക്കെ സ്റ്റാഫുകൾ എവിടേക്ക് വർക്ക് ചെയ്യണമെന്ന് നിയമിക്കുന്നത് അല്ലെങ്കിൽ അവിടേക്ക് കമാൻഡ് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഓക്കെ, മനസ്സിലായോ? The incident staff. The purpose of incident staff comprised of command and general staff is providing the hospital IC with enough manpower to meet all his or her responsibilities in conducting the disaster relief operation. And an incident staff എന്ന് പറയുന്നത് ഇതെല്ലാം ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ ആർക്ക് കൊടുക്കണം? നമ്മള് ഇൻസിഡന്റ് കമാൻഡേഴ്സിന് കൊടുക്കേണ്ടതാണ്. അതായത് ഓരോ സ്റ്റാഫ് ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള മാൻ പവർ അല്ലെ, ഈ ഇൻസിഡന്റ് കമാൻഡർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള അത്രയും സ്റ്റാഫുകളെ തന്നെ എന്താണ് നമ്മള് കമാൻഡ് അനുസരിച്ചിട്ട് ജനറൽ സ്റ്റാഫുകളെ നമ്മൾ ആ സമയത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്, ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇൻസിഡന്റ് സ്റ്റാഫിൽ വരുന്നതാണ് മറ്റൊരു കാര്യം. A staff comprising the 7 position most act for a medium sized disaster. ഇനി ഒരു ഇടത്തരം ദുരന്തം അല്ല, ഒരു മീഡിയം സൈസ്ഡ് ദുരന്തമാണ് സംഭവിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന 7 പൊസിഷൻസിലുള്ള ആൾക്കാരെ, 7 പൊസിഷൻസിലുള്ള ഇൻസിഡന്റ് സ്റ്റാഫുകൾ അവിടെ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. 7 പൊസിഷൻസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? 7 പൊസിഷൻ എന്ന് പറയുന്നത് ഒന്ന് പ്ലാനിങ്, ലോജിസ്റ്റിക്, ഓപ്പറേഷൻ, ഫിനാൻസ്, പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ലൈസൺ. ഓക്കെ, യെസ്. അപ്പൊ ഒരു ഇത്തരം ദുരന്തത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 7 സ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത് ഇപ്പൊ പറഞ്ഞത് അല്ലെ. ഇത്രയും സ്റ്റാഫുകൾ കംപ്രൈസ് ചെയ്യുന്ന ഒരു 7 പൊസിഷനുള്ള സ്റ്റാഫുകൾ നിർബന്ധമായിട്ടും എന്തിലുണ്ടായിരിക്കണം? ഒരു മീഡിയം സൈസ് ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം സ്റ്റാഫുകൾ ഇവിടെ അവൈലബിൾ ആയിരിക്കണം. ഏതൊക്കെയാണ് 7 പൊസിഷൻ എന്ന് പറയുന്നത്? പ്ലാനിംഗ്, ലോജിസ്റ്റിക്, ഓപ്പറേഷൻ, ഫിനാൻസ്, പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ലൈസൺ. ഓക്കെ, ഇത്ര മതിയില്ലേ? ഓക്കെ, ഇവിടുത്തെ അത്ര നിങ്ങളൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, കുറെ എടുത്തായിരുന്നോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ആയിക്കോളൂ കേട്ടോ.